അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബംഗാൾ ഇലക്ഷനെ പറ്റിയാണ്. അപ്പം നമുക്കറിയാം, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു, ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞു, ബംഗാൾ വിധി എഴുതി കഴിഞ്ഞു. ഇനി 4-ാം തീയതി നമ്മുടെ റിസൾട്ട് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. പല എക്സിറ്റ് പോളുകളും വന്നു. എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് അനുകൂലമായ ഒരു തരംഗം ബംഗാളിൽ ഉണ്ടാവുന്നു എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. മമത അതിനോട് എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ എന്ത് രീതിക്ക് പ്രതികരിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടു. BJP അധികം പ്രതീക്ഷ വയ്ക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റി സാറിന് സംസാരിക്കാമോ? BJP പ്രതീക്ഷ വയ്ക്കുന്നില്ലെന്ന് പറയേണ്ടത്. ഏകദേശം 12 സർവേകളിൽ 11 സർവേകളിൽ BJP ഒന്നാമത് വരുമെന്നാണ് പറയുന്നത്. അതായത് 15 വർഷത്തെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വരുമെന്നാണ് 12 സർവേകൾ പുറത്തു വന്നതിൽ 11 പറയുന്നത്. അതിലും 6 പറയുന്നത് ഏകദേശം 3/2 ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. 35 വർഷത്തെ CPM-ൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് മമതാ ബാനർജി 2011 അധികാരത്തിൽ വന്നത്. ഇതിപ്പോൾ 2026 ആകുമ്പോൾ 15 വർഷത്തെ മമതയുടെ ഭരണം അവസാനിപ്പിച്ച് BJP വരിക എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അങ്ങനെ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതായത് ഇപ്പം SIR വിഷയത്തിൽ സംബന്ധിച്ച് മമത സുപ്രീം കോടതി വരെ പോയി, ജനങ്ങൾക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാക്കി കൊടുത്തു. കുറച്ചധികം പേര് SIR-ന് പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ള സമയത്തും മമതയ്ക്ക് വോട്ട് കിട്ടില്ല. പകരം BJP സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് വോട്ട് കിട്ടും എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും അത് SIR കൊണ്ട് തന്നെയാണ്. SIR ഏകദേശം 1 കോടി വോട്ടർമാരാണ് SIR പ്രകാരം പുറത്തു പോയത്. അത് ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് പുറത്തു പോയത്. ഈ മമതാ ബാനർജിയെ പിടിച്ചു നിർത്തുന്ന വോട്ട് ബാങ്ക്, മുസ്ലിം വോട്ട് ബാങ്കും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ, അതായത് വെസ്റ്റ് ബംഗാളിലേക്ക് കുടിയേറിയ വോട്ടർമാരുടെ ബലത്തിലാണ് മമതാ ബാനർജി ഈ ഭരണമൊക്കെ നടത്തിക്കൊണ്ടുവന്നത്. അത്തരം വോട്ടർമാരെ കണ്ടുപിടിച്ച് തീവ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണത്തിലൂടെ പുറത്താക്കിയതിന് ശേഷമാണ് മമതാ ബാനർജിയുടെ ആ ഭരണം അവസാനിപ്പിക്കാനായിട്ട് BJPയുടെ കരുനീക്കങ്ങൾ തുടർന്നത്. അങ്ങനെയാണ് ഏകദേശം 96 ലക്ഷം വോട്ടർമാരെയാണ് SIR-ലൂടെ, ഇരട്ട വോട്ടിലൂടെയും കള്ള വോട്ടിലൂടെയും കുടിയേറ്റ വോട്ടുകാരെയും പുറത്താക്കിക്കൊണ്ട് BJP ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു ശുദ്ധീകരണം നടത്തിയത്. അത് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഘടകവും. BJP വിജയിക്കുമെന്ന് എല്ലാ സർവേകളും പറയുന്നതിൻ്റെ ആധാരവും ഇത് തന്നെയാണ്. പക്ഷെ BJP അല്ലെങ്കിൽ BJP സർക്കാരുകൾ ഒന്നും തന്നെ ഇത്തരം അതിനോട് അനുകൂലമായി പ്രതികരിച്ചതായി കണ്ടില്ല. കാര്യം അവർ പ്രതീക്ഷ വയ്ക്കുന്നില്ല. ഒരിക്കലുമില്ല. BJPയുടെ ഏറ്റവും വലിയ ആൾക്കാർ അമിത്ഷാ തന്നെ പറഞ്ഞത്, ആദ്യഘട്ടം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭൂരിപക്ഷമായി, 2ാം ഘട്ടം ആകുമ്പോൾ ഭൂരിപക്ഷത്തിൽ ആഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദീദി നിങ്ങൾക്ക് ഗുഡ് ബൈ എന്നാണ് നരേന്ദ്രമോദി എന്നെ എല്ലാ റാലികളിൽ പ്രസംഗിച്ചതും. 2ാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ഡൽഹിയിലെത്തിയിട്ട് നിതിൻ നബീൻ, BJPയുടെ ദേശീയ പ്രസിഡന്റും നരേന്ദ്രമോദിയൊക്കെ പറഞ്ഞത് വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ BJP വെസ്റ്റ് ബംഗാൾ നേടുമെന്നുള്ളത് തന്നെയാണ്. BJP വെസ്റ്റ് ബംഗാൾ നേടും എന്നുള്ളത് ചിലപ്പോൾ 4-ാം തീയതി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ BJP അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കൊൽക്കത്തയിൽ അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ഉണ്ടാക്കിയ കുറേ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു പെട്ടെന്ന് ജനങ്ങളിലേക്ക് BJP സർക്കാരിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എത്രത്തോളം? മമതാ ബാനർജിയും CPM 35 വർഷം വെസ്റ്റ് ബംഗാൾ എങ്ങനെയാണോ അടക്കി ഭരിച്ചിരുന്നത്, അതേ വഴിയിലൂടെയാണ് മമതാ ബാനർജി വെസ്റ്റ് ബംഗാൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ള വോട്ടിലൂടെയും ഭീഷണി വോട്ടിലൂടെയാണ്. ഏകദേശം 3 വീഡിയോ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്നത്. അതായത് BJPയുടെ താമര ചിഹ്നം സെലോടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ച ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടാണ് ഇത്തവണ 3 വീഡിയോകളാണ് പുറത്തു വന്നത്. അങ്ങനെ ഒരു ഗുണ്ടായിസ് നടത്തിയിട്ടാണ് മമതാ ബാനർജി ഈ വെസ്റ്റ് ബംഗാൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം, ഇത്തവണ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആരെന്നറിയാമോ മാഡത്തിന്? അത് മലയാളികളാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ ബറോട്ട അടിക്കാൻ ആള് കാണില്ല, വീട്ടിൽ മേശരിപ്പണിക്ക് വരാൻ ബംഗാളികളെ കിട്ടില്ല. കാര്യം എന്താണ്? ഈ 35 വർഷം CPM ഭരിച്ചത് കൊണ്ടും 15 വർഷം തൃണമൂൽ ഭരിച്ചത് കൊണ്ടുമാണ് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ബംഗാളികൾ മുഴുവൻ ഇപ്പോൾ കേരളത്തിൽ വന്ന് കിടക്കുന്നത്. അവിടെ ബംഗാൾ പുരോഗമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണിക്ക് ആളെ കിട്ടാത്ത സ്ഥിതിയാവും എന്നാണ് രസകരമായ മറ്റൊരവസ്ഥ.
അതെന്തായാലും വിചിത്രമായിരിക്കും. കേരളം അവരുടെ ഗൾഫ് കൺട്രികളാണ് എന്നാണ് അവർ പറയപ്പെടുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബംഗാളികളും അസമീസും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ബംഗാൾ ഒരു 5 വർഷം കൊണ്ട് ഒരു വികസിതത്തിന്റെ അങ്ങ് അറ്റത്തിലെത്തിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. വികസനം കൊണ്ടുവരുമായിരിക്കും, ക്രമേണ പുരോഗതി ഉണ്ടാവുമായിരിക്കും. എന്നാൽ മമതയെ മാറ്റി ഒരു 35 വർഷത്തെ CPM ഭരണം അവസാനിപ്പിച്ചാണ് മമത വരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മമത അങ്ങ് CPM പോയതുപോലെ, അതായത് ഫുൾ സ്ട്രെങ്ത് 0 ആയതുപോലെ മമത പോവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മമതയ്ക്ക് അവിടെയുള്ള സ്വാധീനവും അങ്ങനെയല്ല. മമതയ്ക്ക് സ്വാധീനം പ്രത്യേകിച്ച് ഒരു സ്വാധീനമില്ല. മമത ചെയ്യുന്ന സ്വാധീനം അവിടുത്തെ ബ്ലോക്ക് മുസ്ലിംസിന്റെ വോട്ട് BJP ഭയപ്പെടുത്തി, BJP വരുമെന്നുള്ള ഭയപ്പെടുത്തി മുസ്ലിങ്ങളുടെ വോട്ട് ബ്ലോക്കായിട്ട് തൃണമൂൽ കോൺഗ്രസ് നേരിടുന്നുണ്ട്. കൂടാതെ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി പാർത്തിട്ടുള്ള ബംഗ്ലാദേശികളായ ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്. ഇവരുടെ എല്ലാ വോട്ട് നിങ്ങളെ BJP വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായി ചേർത്ത് അവരുടെ വോട്ട് പിടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ. പിന്നെ രണ്ടാമത് ഈ ഇറങ്ങിയ വീഡിയോകൾ, താമര ചിഹ്നത്തിൻ്റെ ഇവിടെ സെലോട്ട് പൊട്ടിക്കുക, അത് മുമ്പ് CPM ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വ്യാജമായൊക്കെയാണ് കുറേയൊക്കെ അവർ പിടിച്ചടക്കിക്കൊണ്ടിരുന്നത്. അതിനെ അവസാനിപ്പിക്കാനായിട്ട് BJP അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ ചെയ്തത്, വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് മുഴുവൻ നിയന്ത്രിച്ചത് കേന്ദ്രസേനയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷന് ബൂത്തുകളിൽ പോലീസ് കാവലിരുന്നപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ബൂത്തുകളിൽ ആയിരക്കണക്കിന് പട്ടാളക്കാരാണ്, CRPF ജവാന്മാരും BSF ജവാന്മാരുമാണ് വെസ്റ്റ് ബംഗാളിൽ കാവൽ നിന്ന് ഇലക്ഷൻ നടത്തിയത്. ജനങ്ങൾക്ക് ധൈര്യമായി വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി എന്ന് വേണം പറയാൻ. സാധാരണ വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷനിൽ 75% കൂടുതൽ വോട്ട് ശതമാനം കൂടാറില്ല. ഇത്തവണ 95% മൊത്തം വോട്ടർമാർ വോട്ട് ചെയ്തത്. അതിനുള്ള റീസൺ വെസ്റ്റ് ബംഗാളിൽ ജനങ്ങൾക്ക് ധൈര്യപൂർവ്വം വോട്ട് ചെയ്യാനുള്ള അവസരം ഇത്തവണ കിട്ടിയെന്നുള്ളതാണ്. ആ അവസരം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വെസ്റ്റ് ബംഗാളിൽ കേന്ദ്രസേനകൾ അവർക്ക് ധൈര്യം കൊടുത്തു എന്നുള്ളതാണ്. ബോംബെറിയാനും, അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 11-12 മണിയാകുമ്പം ബൂത്തുകളിൽ ബോംബെറിയുമ്പം സാധാരണ നിയമത്തെ പേടിയുള്ള അല്ലെങ്കിൽ ജീവനെ പേടിയുള്ള സാധാരണ വോട്ടർമാരൊന്നും വോട്ട് ചെയ്യാൻ വരില്ല ആ ബൂത്തിലോട്ട്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? തൃണമൂൽ കോൺഗ്രസ്സുകാർ ഈ വരാത്ത വോട്ടർമാരുടെ വോട്ട് ഈ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഈ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജന്റുമാർ ആ ബൂത്തിൽ ചെയ്യുന്നൊരു പതിവാണുണ്ടായത്. ആ ഒരു പതിവ് ഇത്തവണ മാറ്റിയെടുക്കാനാണ് BJPയുടെ പരിശ്രമം. അത് ഒട്ടേറെ വിജയിച്ചിട്ടുണ്ടെന്നാണ് ഈ വരുന്ന ഈ സർവേകളെല്ലാം അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളെല്ലാം പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും വെസ്റ്റ് ബംഗാൾ ഒരു പുതിയ ഭരണമാറ്റത്തിന് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന്, ഓക്കെ, നല്ല കാര്യമായിരിക്കാം. നല്ലൊരു മാറ്റം കൊണ്ടുവരും. കാര്യം ഇന്ത്യ ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതും ഒരേ പാർട്ടിയാകുമ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ മമത വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. മമത അതിശക്തമായി അതിനെ നേരിടും. പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചരിത്രം അനുസരിച്ച് ബംഗാൾ ഡിവിഷനൊക്കെ നടന്നിട്ടുണ്ട്. 1905 ബംഗാൾ വിഭജനം ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുസ്ലിം ഹിന്ദു ഐക്യം അവിടെ അത്രയും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇൻ കേസ് അല്ലെങ്കിൽ മമത ഓർ BJP ആര് വന്നാലും അവിടെ അത്തരത്തിലൊരു മതപരമായിട്ടൊരു സംഘർഷം ഉണ്ടാവില്ലേ? മതപരമായ സംഘർഷത്തിന്റെ രണ്ടാമത് മമതാ ബാനർജി എന്ത് ചെയ്യും? മമതാ ബാനർജിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒന്നാമത് അവരിപ്പോൾ ഏകദേശം പ്രായമായ ഒരു സൈഡായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏകദേശം 70-75 വയസ്സായാണ് മമതാ ബാനർജി. ഇനി അഥവാ എങ്ങാനും BJPക്ക് ഇത്തവണ വെസ്റ്റ് ബംഗാൾ കിട്ടിയില്ലെങ്കിലും അടുത്ത തവണ ഷുവറാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ഒരു നേതാവിൽ ചുറ്റിത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയോ അല്ലെങ്കിൽ CPM പോലെയോ ഒരു മൂല്യാധിഷ്ഠിത പാർട്ടിയൊന്നുമല്ല. ഒരു നേതാവിൽ ചുറ്റിത്തിരിഞ്ഞ പാർട്ടിയാണ്. ആ നേതാവ് എന്ന് അവസാനിക്കുമോ ആ പാർട്ടിയും അന്ന് അവസാനിക്കും. അപ്പം അവിടെ മമതാ ബാനർജി മാത്രമാണ് നേതാവ്. അവരിറങ്ങിയാൽ പിന്നെ വേറൊന്നുമില്ല. BJP സംബന്ധിച്ച് ഒരു നേതാവിൽ ചുറ്റിത്തിരിഞ്ഞൊരു പാർട്ടിയല്ല. BJP ഒരു ഐഡിയോളജിയിൽ വളർന്നു വരുന്ന പാർട്ടിയാണ്. ഐഡിയോളജികൾ വളർന്നു വരുന്ന പാർട്ടിയുടെ പ്രത്യേകത ഒരു നേതാവല്ല, ഒരു 10 നേതാവ് അവർക്ക് നഷ്ടപ്പെട്ടാലും ആ ഐഡിയോളജി അവിടെ കാണും. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി മാത്രം. അതുകൊണ്ട് ഇലക്ഷനിൽ BJP ജയിച്ചെന്ന് പറഞ്ഞാൽ അവർ കൈയും കെട്ടി നോക്കി ഇരുന്നാലും ശരി ഇരുന്നില്ലേലും ശരി അവിടെ അങ്ങ് നടന്നോളും. മമതാ ബാനർജിക്ക് ഇനി
അവിടെ വേറൊരു ഫൈറ്റിനുള്ള സമയം വെസ്റ്റ് ബംഗാളിലുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല മമതാ ബാനർജിക്ക്. പിന്നെ ഹിന്ദു മുസ്ലിം റിവോൾട്ട് അത് സാധ്യമാണ്. ഹിന്ദു മുസ്ലിം റിവോൾട്ട് താങ്കൾ പറഞ്ഞതുപോലെ ബംഗാളിൽ 1905 മുതൽ തന്നെ അവിടെ ഓരോ കാലഘട്ടങ്ങളിലും ഹിന്ദു മുസ്ലിം ലഹളകൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. അത് BJP അധികാരത്തിൽ വരുമ്പോൾ അത് രൂക്ഷമാകാനാണ് സാധ്യത എന്നാണ് എൻ്റെയും ഒരു വിലയിരുത്തൽ. അപ്പോൾ CPM ഇത് 35 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് 15 വർഷം മമതയ്ക്ക് വിട്ടുകൊടുത്തിട്ട് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ ഈ CPM അവിടെ പിക്ചറിലേ ഇല്ല. CPM 2011 വരെ 45 മുതൽ 60% വരെ വോട്ട് നേടി വിജയിച്ചുകൊണ്ടിരുന്ന CPM ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പിക്ചറിലേ ഇല്ല. ഇപ്പം അവിടുത്തെ ഏറ്റവും വലിയ 2 കക്ഷികൾ തൃണമൂൽ കോൺഗ്രസും BJPയും. മൂന്നാമത്തെ അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ആണ്. CPM കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്നറിയാനായിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസും ജില്ലാ കമ്മിറ്റി ഓഫീസുകളും ഇപ്പോൾ അവിടെ കല്യാണങ്ങൾക്കും ബർത്ത്ഡേ പാർട്ടികൾക്കും വാടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് അവിടുത്തെ CPMന്റെയും CPIയുടെയും ഫോർവേഡ് ബ്ലോക്കിന്റെ അവസ്ഥ. അവർക്കിനി ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ലക്ഷണമേ ഇല്ല. ഇനി ചിലപ്പോൾ BJP അധികാരത്തിൽ വന്നാലും വന്നില്ലേലും CPMന് അവിടെ തിരിഞ്ഞു നോക്കണ്ട. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ CPM എന്നൊരു പാർട്ടി വെസ്റ്റ് ബംഗാളിൽ ഇല്ല. ഞാൻ ഈവൻ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സ്പിറ്റപ്പായി പല പാർട്ടികൾ കോൺഗ്രസും CPMലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള സാഹചര്യമാണ് ഞാൻ സാറോട് ചോദിച്ചത്. അല്ല, തൃണമൂൽ കോൺഗ്രസ് അവസാനിച്ച് സ്പ്ലിറ്റപ്പായി പോയാലും വേറെ എന്ത് സംഭവിക്കാനാണ്? അവിടെ നിലവിൽ ഒരു ഐഡിയോളജി ഉള്ള 2 പാർട്ടികൾ അവിടെ ഓൾറെഡി ഉണ്ട്. കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. തൃണമൂൽ കോൺഗ്രസ് അവസാനിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വളമാവുമായിരിക്കും, അല്ലാതെ CPMന് അവിടെ യാതൊരു സ്കോപ്പും കാണുന്നില്ല. CPM അവിടെ അവസാനിച്ചു. രാജസ്ഥാനിലും പഞ്ചാബിലും പണ്ട് CPM അധികാരത്തിലും പ്രതിപക്ഷത്തിരുന്ന പാർട്ടികൾ അവിടെ എങ്ങനെയാണോ അവസാനിച്ചത് അതുപോലെ ഇപ്പൊ അവിടെ അവസാനിച്ചിട്ടുണ്ട്. നേരത്തെ ത്രിപുരയിൽ 2018 വരെ CPM മണിക് സർക്കാർ അധികാരത്തിരുന്നതാണ്. ഇപ്പൊ ത്രിപുരയുടെ അവസ്ഥ എന്താണ്? CPMനോട് കെട്ടിവെച്ച കാശ് കിട്ടുന്നില്ല. ഇപ്പൊ അവിടെ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ത്രിപുര നടക്കുന്നത്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ സംഭവിക്കുന്നുണ്ട്. ഒന്നും നടക്കാൻ പോകുന്നില്ല. CPM വെസ്റ്റ് ബംഗാളിൽ അവസാനിച്ചു. ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് CPM ഉള്ളത്. അതിലും അധികം ആയുസ് കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തമിഴ്നാട്ടിലൊന്നും ഇല്ല. തമിഴ്നാട്ടിലൊക്കെ പേരിന് ഇപ്പൊ DMK കൊടുക്കുന്ന എച്ചിൽ കഷ്ണം മാച്ച് കഴിക്കുന്നതല്ലാതെ അവിടെ CPMനൊന്നും CPMന് ദേശീയ പാർട്ടി സ്ഥാനമുണ്ട്. CPIക്കാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തൊരു റിവ്യൂ കൂടെ വരുമ്പോഴത്തേക്ക് CPMന്റെ കാര്യം ഏകദേശം അവസാനമാവുന്നുണ്ട്. കാര്യം CPMന് ഇപ്പോൾ ദേശീയ കക്ഷി സ്ഥാനം നിലനിൽക്കുന്നത് കേരളത്തിലുള്ള വോട്ടും തമിഴ്നാട്ടിലുള്ള 2 MP സ്ഥാനം DMKയുടെ ഒരു കിണിവിന്റെ പുറത്ത് കിട്ടുന്ന ആ 2 സീറ്റ് വെച്ചിട്ട് ദേശീയ കക്ഷി സ്ഥാനം ഇപ്പൊ കൊടുക്കുന്നുണ്ട്. എന്തായാലും മെയ് 4 ഒരു ക്രൂഷ്യൽ ഡേ ആയിരിക്കും പലർക്കും. പുതിയ ചരിത്രവും ആയിരിക്കും. മമതയ്ക്കും കേരളത്തിലും തമിഴ്നാട്ടിലും ആസാമിലും ഒക്കെ ഒരു പുതു ചരിത്രം എഴുതട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. മെയ് 4-ാം തീയതി നമുക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. വെസ്റ്റ് ബംഗാളിലും കേരളത്തിലും എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം.